ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും അശ്വിൻ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ഒരു പുതിയ യൂട്യൂബിലൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ Paytm എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷന്റെ KYC എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇന്നത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ Paytmന്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണ് നമ്മുടെ Paytm അക്കൗണ്ട് നമ്പർ. ഇതാണ് മെയിൻ. കുറേ ആൾക്കാർ ഡൗട്ടുണ്ട്, നമ്മളത് ഡൗട്ട് തീർത്ത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ KYC എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് നമ്മൾ പറഞ്ഞു തരും. അതിനായിട്ട് 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ KYC പോയിന്റിൽ പോകണം. അതായത് KYC കംപ്ലീറ്റ് ചെയ്യുന്ന അവരുടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അതിന് പൈസ കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, ഫ്രീ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് വീഡിയോ കോളിലൂടെ, അതായത് ഓൺ സ്പോട്ടിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റായിട്ട് ഫ്രീ, പൈസ ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ കാര്യം, അവർ നമ്മളെ വീട്ടിൽ വന്നിട്ട് KYC കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനായിട്ട് നമ്മൾ 150 രൂപ പേ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ മുന്നോട്ട് കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോയേക്കാം. ലെറ്റ്സ് ഫൈറ്റ് ഫോർ എ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ Paytm എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് Paytm സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ Paytm എന്ന ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ അപ്ഡേഷൻ വന്നുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇവിടെ ഇതുപോലെ അപ്ഡേഷൻ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ അപ്ഡേഷൻ കൊടുത്ത് ഫ്യൂ സെക്കൻഡ് വീണ്ടും വന്നുകൊണ്ടാണ് ഈ അപ്ഡേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ Paytm എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയാത്തില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ Paytm അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ Paytmന്റെ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണ് നമ്മുടെ Paytm അക്കൗണ്ട് നമ്പർ. ഇനി നിങ്ങൾക്ക് ഏറ്റവും മുകളിലെ സെർച്ച് ഐക്കൺ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും, താഴെ KYC ഓൺ വീഡിയോ കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ഏറ്റവും മുകളിൽ സെർച്ച് ഐക്കണിൽ പോയിട്ട് KYC എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. വേറെ ഒന്നുമല്ല, ഈ KYC ആക്റ്റീവായ എന്തൊക്കെ ബെനിഫിറ്റ് ലഭിക്കും എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 10,000 രൂപ വരെ നമുക്ക് ആനുവലി പേയ്മെൻറ്റ് ലിമിറ്റ് വരെ ഉണ്ട്. പിന്നെ പൈസ സെൻഡ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം നോക്കുക. ഇനി അപ്ഗ്രേഡ് യുവർ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് വീഡിയോ KYC ആണ്. അതായത് അവർ വീഡിയോ കോളിലൂടെ നമുക്ക് വിളിച്ച് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് KYC സെൻറ്റർ ഉണ്ട്, അതായത് KYC സ്റ്റോർ. അവിടെ നമ്മളൊരു കടയാണ്. അവിടെ നമ്മൾ ജസ്റ്റ് പോവുക, നമ്മുടെ ആധാർ കാർഡ് ജസ്റ്റ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് എന്നാൽ മാത്രം മതി. ഈ കാര്യം പറഞ്ഞ് മൊബൈൽ നമ്പർ കൊടുത്താൽ KYC കംപ്ലീറ്റ് ആവും. ഇതിന് പ്രത്യേകിച്ച് പൈസ അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഈ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിൽ വന്ന് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഡോർ സെറ്റപ്പ് ഉള്ള വീട്ടിൽ വന്ന് KYC എല്ലാം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഏകദേശം 150 രൂപ കൊടുക്കണം, ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന സംഭവം വെച്ചാൽ, നമ്മുടെ വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പാൻ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും വേണം. പിന്നെ കുറച്ച് ഡീറ്റെയിൽ, നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അവർ ഓൺ സ്പോട്ടിൽ ചോദിക്കും. അപ്പോൾ നിങ്ങളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം അവർ നിങ്ങളെ വീഡിയോയിലൂടെ വിളിച്ച് ജസ്റ്റ് കൺഫേം ചെയ്യുന്നതായിരിക്കും. ഇതിനായിട്ട് നിങ്ങളുടെ വീഡിയോ KYC എന്ന് പറഞ്ഞ സംഭവമാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആധാർ നമ്പർ അടിക്കാൻ പറയും, അതുപോലെ തന്നെ പേരടിക്കാൻ പറയും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എഗ്രി ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പ്രോസസ്സ്, അതായത് പ്രൊസീഡ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ പ്രൊസീഡ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആധാർ വെരിഫൈ ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് അത് ലിങ്ക് ആകുന്നതായിരിക്കും ഓട്ടോമാറ്റിക്. ഏകദേശം 1-2 പ്രാവശ്യം ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇൻകമിങ് അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് സർവീസ് ആധാർ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലാത്തവർക്ക് വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഇതിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് പാൻ കാർഡിൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് വേറെ ഒന്നുമല്ല, റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാൻ സാധിക്കത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നും. അതിനുശേഷം നിങ്ങളിപ്പോൾ ആധാർ കാർഡ് അടിച്ചപ്പോൾ തന്നെ പാൻ കാർഡിനൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനുശേഷം നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽ ചോദിക്കും, അതടിക്കുക. ഈ മൂന്നാമതായിരിക്കും അവർ നിങ്ങളെ വീഡിയോ കോളിലൂടെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത്, അതിനുശേഷം നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഓട്ടോമാറ്റിക് KYC എന്ന പ്രോസസ്സ് എനേബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും തോന്നുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോയ്ക്ക് അത് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാമെന്നാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.